മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങാടിയിലേക്ക് നട്ടുച്ച നേരത്ത് ഇറങ്ങിച്ചെല്ലും. ഫയുകബ്ബിറുല്ലാഹ, അവിടെ ചെന്ന് അല്ലാഹു അക്ബർ എന്ന് പറയും. വയുസബ്ബിഹുഹു, സുബ്ഹാനല്ലാഹ് പറയും. വയദ്കുറുഹു, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലും. അങ്ങാടിയിലൂടെ നടന്നിട്ട് ദിക്ർ ചൊല്ലും. അപ്പൊ ആളുകൾ ചോദിക്കുക, എന്താ ഇപ്പത് ഈ നേരത്ത് ഉസ്താദ് എന്താ അങ്ങാടിയിലൂടെ നടക്കുന്നത്? ഇന്നഹാ സഅതു ഗഫ്ലത്തിന്നാസ്, ജനങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകുന്ന ഒരു നേരമല്ലേ ഇത്? ഈ അങ്ങാടിയുടെ ഇടയിൽ, കച്ചവടത്തിന്റെ ഇടയിൽ കച്ചവടക്കാരെ നുണ പറയാൻ നോക്കും. കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക. അങ്ങനെ നുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, അത് വിചാരിച്ച് ഇറങ്ങണം. ഇറങ്ങുമ്പോ ഒരു ദിക്ർ ചൊല്ലണം. എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷമാണ് അതിന്റെ കൂലി എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറയും. സ്വഹീഹായ ഹദീസാണ്, വളരെ പ്രബലമായ ഹദീസാണത്. ഈ ദിക്ർ ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് പോവാൻ, കാർ എടുത്ത് പോവാൻ, ബസ് കയറി പോവാൻ, ഒരു നഗരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ചൊല്ലണം.